നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അയാൾ ഒരു പാവായതുകൊണ്ടാ ഇപ്പൊ അവിടെ ചെന്നിരിക്കുന്നതും ആ മന്ത്രം ചൊല്ലുന്നതും ഒക്കെ. ചത്തതിന് തുല്യം കിടക്കുമ്പോ പോലും മരണം നേരത്തെ ആയിക്കോട്ടെന്ന് പറഞ്ഞ് ചെയ്യാവുന്നതൊക്കെ ചെയ്ത് കൂട്ടിയരാ ഇവരൊക്കെ. ആ കിട്ടാനുള്ളത് കൃത്യമായിട്ട് കിട്ടും. ഇവരൊന്നും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് പോലും കാര്യമില്ല. ഇവരുടെയൊക്കെ പ്രാർത്ഥന കേൾക്കാൻ പോലും ദൈവത്തിന് അറപ്പായിരിക്കും. എന്താ മോളെ? സർ, മാഡത്തിനോടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? കുറച്ചു നേരം അവളുടെ അടുത്ത് ഇരുന്നതിന്റെ പേരിൽ അഹങ്കാരം എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അയ്യോ, അതൊന്നും അല്ല മാഡം. എന്നോട് അടുക്കളക്കാര് ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ലെന്ന് മാഡം പറഞ്ഞിരുന്നില്ലേ? അതിന് വേദ വിശക്കുന്നു എന്ന് പറയുന്നു. എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. മാഡം സമ്മതിക്കുകയാണെങ്കിൽ. താനെന്തിനാ ഉണ്ടാക്കി കൊടുക്കുന്നത്? വീണ് കിടക്കുന്നത് ഇവരുടെ മകളല്ലേ, വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കരുത്. അല്ലെങ്കിൽ എപ്പോഴും പോലെ ഓർഡർ ചെയ്ത് കഴിക്കട്ടെ. വിഭവങ്ങളുടെ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇവരൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണവും ഒഴിവാക്കാൻ പാടില്ല. സാറൊന്നും മിണ്ടാതിരിക്കൂ. മാഡം, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ഇപ്പൊ അടുക്കളയിൽ കയറുകയാണെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പുറത്തുനിന്ന് വാങ്ങിച്ച എരിവും പുളിയും വേണ്ട പാകത്തിന് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താന്ന് വെച്ചാ പോയി ചെയ്, നിന്റെ ഇഷ്ടം നടക്കട്ടെ. എങ്ങനെ എങ്ങനെ നന്ദിനിയുടെ ഇഷ്ടം നടക്കട്ടെന്നോ? അസുഖമായിട്ട് കിടക്കുന്ന മകൾക്കാ വിശപ്പ്, അല്ലാതെ നന്ദിനിക്കല്ല. സൂര്യ,